വീണ്ടും ഒരു മീൻ അടിച്ചിട്ടുണ്ട്. ആട്ടാ മോനെ, സൂപ്പർ. ലാസ്റ്റ് ടൈം ആയതുകൊണ്ട് നമ്മുടെ ക്യാമറയുടെ ചാർജ് തീർന്നു പോയി. മുഴുവൻ വരാല്ലോ കേട്ടോ. ഹായ് ഹലോ, അങ്ങനെ വീണ്ടും ചൂണ്ടാക്കാൻ ഒരു അടിപൊളി വീഡിയോയ്ക്ക് വന്നേക്കാണ് ഗൈസ്. മുഴുവൻ രാവിലെ തന്നെ വെള്ളി വീഴുവാണ്. ഒരു അടിപൊളി വരാലിനെ പിടിക്കുന്ന സുന്ദര വീഡിയോ ആണ് കേട്ടോ. അപ്പം എന്താണ്, വേറെ പുതിയ സാധനങ്ങളൊന്നും പരിചയപ്പെടുത്താനില്ല. എല്ലാം പഴയ വീഡിയോ ഒക്കെ തന്നെ, പഴയ സാധനങ്ങളൊക്കെ പഴയ വീഡിയോക്ക് അത് കാണിച്ച ഐറ്റംസൊക്കെ തന്നെ. റോഡും റെയിലും ഫോഗും എല്ലാം അതൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും പരിചയപ്പെടുത്താനില്ല. അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ അടിപൊളിയാണെന്ന് ഞാൻ പറയുന്നുണ്ട്. കണ്ടിട്ട് വേണം, നിങ്ങൾ വേണം തീരുമാനിക്കുക അടിപൊളിയാണോ അല്ലയോ എന്ന് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. വേറെ പ്രത്യേകിച്ച് കഥയൊന്നും പറയാനില്ല. വീഡിയോ കണ്ടിട്ട് വരുമല്ലേ. പിന്നെ എല്ലാവരും പറ്റുവാണ് മുഴുവൻ കാണണം കേട്ടോ. അത്രയൊക്കെ ഉള്ളൂ. പുല്ലിനകത്ത് കിടന്ന് അടിച്ചു കേട്ടോ. നൈസ് സ്ട്രൈക്കായിരുന്നു. പുല്ല് നമ്മൾ അടിച്ചിട്ട് ഇങ്ങനെ പതിയെ ചാടിച്ചുകൊണ്ട് പെട്ടോ അടിച്ച്. കൊള്ളാം. രണ്ടാമത്തെ വരാം. നമ്മുടെ മൂന്നാമത്തെ വരാല് കേട്ടോ. കൊള്ളാം. എല്ലാം ഒരു സൈസ് വരാല കേട്ടോ കിട്ടുന്നത്. നമുക്ക് രണ്ടാമത് കിട്ടിയ സെയിം പൊസിഷനിൽ തന്നെ കിട്ടിയ കേട്ടോ. സെയിം സ്പോട്ടിൽ തന്നെ കിട്ടിയ. ഇരിക്കുന്നുണ്ട് തവള. ചെറിയ കുഞ്ഞ് ഹാൻഡ്മെയ്ഡ് ഫ്ലോ കേട്ടോ. പേരൊന്നും അറിയത്തില്ല. എല്ലാം കൊള്ളാം. നല്ലൊരു സ്ഥലമായിരുന്നു, പക്ഷേ മീൻ അടിച്ചില്ല. നമ്മൾ വന്നപ്പോൾ അവിടെ നല്ല കിടിലൻ സ്ട്രൈക്കൊക്കെ തരുന്നുണ്ടായിരുന്നു കേട്ടോ. മീനിട്ട് അടിക്കുന്നുണ്ടായിരുന്നു. അങ്ങോട്ട് വന്ന ശേഷം പിന്നെ അടിച്ചിട്ടില്ല. കാരണം ഫുള്ള് പുല്ലും അടി വരാൻ നിൽപ്പുണ്ട്. അമ്മമാർ ഈ ഫീഡ് ചെയ്യാൻ നേരത്ത് സൈഡിൽ ഇറങ്ങി വരും. ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് എറിഞ്ഞിടാൻ പറ്റിയ മീൻ അടി ഉറപ്പാണ്. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ ഞാൻ പറഞ്ഞ് ഓർക്കുന്നുണ്ട്, നമ്മളാ പുല്ലിൻ്റെ അടുത്ത് അടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വരാൽ കിട്ടുന്നു. വീണ്ടും അതേ സെയിം സാധനം തന്നെ. അല്ല, കടിക്കുന്ന നാടൻ വരാലാട്ടെ ഇതല്ല. കഴിഞ്ഞ ദിവസം ഇടാൻ നമുക്ക് കിട്ടിയ മുഴുവൻ വരത്തൻ വരാലായിരുന്നു. പറഞ്ഞാൽ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ആദ്യം നമുക്ക് പ്രതീക്ഷ തന്നെ ആ സെയിം സ്പോട്ടിൽ നിന്ന് ഒത്തിരി വ്യത്യാസം ഇല്ലാതെ തന്നെ അങ്ങോട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് നമുക്ക് 2-3 വരാലടിച്ചു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ ഈ വലത്ത് സൈഡിലുമായിട്ട് മാറി കുറേ നേരം അടിച്ച് കഴിഞ്ഞിട്ട് ഒന്നും അടിച്ചില്ല കേട്ടോ. പിന്നെ കുറച്ചധികം നേരം കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്കൊരു വരാലിൻ്റെ സ്ട്രൈക്ക് കിട്ടുന്നത്. വരാലിനെ കിട്ടുന്നത് അതും ആ സെയിം സ്പോട്ട് കേട്ടോ. അവിടുന്ന് കുറച്ച് ഇപ്പുറമൊക്കെ മാത്രമായിട്ടുള്ളൂ. അപ്പോൾ ഈ പുല്ലുംകെട്ട് കണ്ടോ, ഈ പുല്ലുംകെട്ടിൻ്റെ അടിയിലൊക്കെ ഇഷ്ടംപോലെ മീൻ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇവന്മാർ ഈ വെള്ളം എടുക്കാൻ വേണ്ടി വെളിയിലോട്ട് എന്ന സമയത്ത് നമ്മൾ എറിഞ്ഞിടുവാണെങ്കിൽ ഇവന്മാർ കറക്റ്റായിട്ട് അടിക്കും.
കുറേ നേരമായിട്ട് നമ്മൾ പച്ച വരാൽ. നേരത്തെ കിട്ടിയതൊക്കെ ചെറുതാണ് കേട്ടോ മച്ചാന്മാരെ, ഇത്തിരി വലുതല്ല. അല്ല പേനയ്ക്ക് ഇറങ്ങിയൊന്നുണ്ട് കേട്ടോ. ഇല്ല കിടിലം വരാൽ, ഇത്തിരി വലുതല്ല, എടുക്കാൻ പറ്റത്തില്ല. പോയില്ല കേട്ടോ നമ്മുടെ വലിയ വരാലിരുന്ന് അടിക്കുന്നത്. അവനെങ്ങാനും ഇപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ അടി ഉറപ്പാണ്. പക്ഷെ വരാനാണ് പാട്. അവിടെ നിൽക്കുന്ന അടിക്കുന്ന വരാൽ വീട്ട അമ്മ ഇറങ്ങി വരുന്നില്ല. എങ്കിലും ഒരടി. അടുത്ത വരാല് കേട്ടോ. പക്ഷെ അമ്മ റിലീസിങ് സൈസ് കേട്ടോ ഈ വരാല്. പക്ഷെ അവൻ്റെ കണ്ണിൽ കൂടിയാണ് വരാല് ഇത് കയറിയ ഉക്ക് കയറിയ. പിന്നെ ഇരിക്കുന്നുണ്ട് കണ്ണിൽ കൂടെ. കൊമ്പോൾ തന്നെ പിടിക്കാനും പറ്റുന്നില്ല, ചെറുതാ. കണ്ണിൽ കൂടെ കയറി നമ്മൾ ഇതിനടുത്തേക്ക് പോട്ടോ. കയറിയ ഭാഗം കാണിക്കുന്നില്ല. എന്നാടാ നമ്മളിതിൻ്റെ പുറകെ ഒരു പുല്ല് ഉടക്കി കിടപ്പുണ്ടായിരുന്നു കേട്ടോ മച്ചാന്മാരെ. കറക്റ്റ് അതിനിട്ട് തന്നെ അടിച്ച്. ഞാനിവിടെ മേടി വന്നിട്ട് കളയാന്ന് വെച്ചാൽ കുടയാതിരുന്നേ. അടുത്ത വരാം ചേട്ടാ മച്ചാന്മാരെ. ഇതാനാണ് നമ്മളെ ഇന്ന് മിസ്സായിപ്പോയത്. കിടിലം വരാം കേട്ടോ. പൊടി പിന്നെ പ്ലെയറായിട്ട് തന്നെ പിടിക്കാൻ കേട്ടോ. എൻ്റെ കൈ കഴിച്ചത് ഒരു മുറിവുണ്ട്. ഒരു വരാലിട്ട് പിടിച്ചതാണ്. ഒരു 1/2 കിലോ അടുത്ത് സൈസ് വരുന്ന വരാല കേട്ടോ. കിടിലം വരാല കിടും. അവനാണ് നമ്മളിപ്പോൾ പറ്റിച്ചത്. 4 സ്ട്രൈക്ക് തന്ന്. ചെറിയൊരു ഉള്ളായിരുന്നു കേട്ടോ. അതിലും കൊള്ളാം. കണ്ടല്ലോ നല്ല ഉരുണ്ട വരാല കേട്ടോ. അതേപോലെ തന്നെ ഇല്ലേ കൂട്ടുകാരെ. അപ്പം നമുക്ക് ചില ദിവസങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് നല്ല വരച്ചുള്ള ദിവസമായിരിക്കും കേട്ടോ. കാരണം നമ്മൾ എറിയുന്ന എറിഞ്ഞ് മിക്കതിനും തന്നെ നമുക്ക് മീൻ കിട്ടും. ചെറിയ വരാലാട്ടോ മച്ചാന്മാരെ. വീണ്ടും ചെറിയ വരാൽ. എൻ്റെ ഡാമേജ് ആയി കേട്ടോ. അവനെയും വിട്ടിട്ട് കാര്യമില്ല, ഇവൻ വികലാംഗനായി പോകത്തുള്ളൂ. നമുക്ക് വരച്ചുള്ള ദിവസം പോലെ തന്നെയാണ് ചില ദിവസം കേട്ടോ. പോയ വഴി പുല്ല് പോലും കിളക്കത്തില്ല, ഒരു ഊഞ്ഞാട്ട് പോലും നമ്മുടെ ചൂണ്ടയ്ക്ക് അടിക്കത്തില്ല കേട്ടോ. ചിലപ്പോൾ നമ്മളെ കൂടെ വരുന്നവർക്കൊക്കെ ഇഷ്ടം പോലെ അടിക്കും. പക്ഷേ നമ്മുടെ ചൂണ്ടയ്ക്ക് ഒരുത്തം പോലും മണത്ത് നോക്കാൻ വരത്തില്ല. അങ്ങനെയുള്ള ദിവസങ്ങളായിരിക്കും സ്വാഭാവികമായിട്ടും നമുക്ക് കൂടുതൽ. കുഴപ്പമില്ലാത്തല്ല കേട്ടോ. എടുക്കാൻ പറ്റിയ സൈസാണ്. ഒത്തിരി വലുതുമല്ല എന്നാൽ ചെറുതുമല്ല.
ഒരു മീൻ അടിച്ചിട്ടുണ്ട്. അത് വരാലാണ്. വരാല അത്യാവശ്യം മുഴുത്ത വരാലാണ്. ആടാ മോനെ നല്ല മുഴുത്ത വരാലാണ്. കൊക്കോ വീണ്ടും കൊക്കോ കേട്ടോ. കിടിലം വരാം കേട്ടോ. പറയാൻ പറ്റും. വീണ്ടും ഒരു മീൻ അടിച്ചിട്ടുണ്ട്. ആട്ടാ മോനെ സൂപ്പർ. വരാലാന്ന് തോന്നുന്നു. വരാൽ ഇത്രയും നേരം ഞാൻ വീഡിയോ ഓണാക്കിക്കൊണ്ടിരുന്നത്. കാരണം സ്ട്രൈക്ക് ചെയ്തപ്പോൾ മോനെ സൂപ്പർ വരാല്. അടാ സൂപ്പർ വരടിക്കുന്നുണ്ട്. അടിക്കുന്നുള്ളത് ഈ സൈസ് വരാല കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ മീൻപിടുത്തം കഴിഞ്ഞ് വന്ന് അടുത്ത സ്ഥലം നമ്മൾ കണ്ടത്തി വെള്ളം പറ്റിക്കുന്നത് അത് എങ്ങനെയുണ്ട് നോക്കാൻ വന്നത്. അപ്പം കിട്ടിയ സാധനം കേട്ടോ ഇത്. ഇത് കണ്ടോ ഇതും താഴെ കിടക്കുന്നത്. രണ്ടിന് വലുപ്പം നോക്കിയ ഒരു വരാല ചെറുമീൻ അടിച്ചിട്ടുണ്ട്. ആടാ ചെറുമീനാന്ന് തോന്നുന്നു. നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, നമുക്കൊരു ചെറുമീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. സൈസൊന്നും അല്ല, അത് കോക്കോ റിയൽ വാരൻ്റെ കോക്കോ അടിച്ച മീനാട്ടോ. ചെറിയൊരു ചെറിയനാട്ടോ. മച്ചാമാരെ നമ്മൾ രാവിലെ കാസിങ്ങനെ കിട്ടി കുറച്ച് മീൻ കിട്ടി കേട്ടോ. കാണിച്ചു തരാം. മുഴുവൻ വരാല കേട്ടോ. രാവിലെ കാസിങ്ങനെ ഇറങ്ങിയിട്ട് കിട്ടിയ മീനാട്ടോ ഇത് മുഴുവൻ. കണ്ടല്ലോ പൊളിയല്ലേ. അപ്പം നമുക്ക് വരാല് കിട്ടിയപ്പോൾ ഈ ഒരു കുഞ്ഞൻ ഫ്രോഗിലാട്ടോ. പിന്നെ പേരറിയത്തില്ല. പേരറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഈ ഒരു കുഞ്ഞൻ ഫ്രോഗിലാണ് കണ്ട വരാല് മുഴുവൻ കയറിയത്.